കുടുംബജീവിതത്തെ കുളമാക്കാൻ വേണ്ടി മൈക്കെടുത്ത് പുറത്തിറങ്ങുന്ന ലിബറലിസ്റ്റുകളുണ്ട്. അവർ ചോദിക്കാൻ, എന്താണ് കുടുംബജീവിതത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് ഭാര്യ ഭർത്തൃ ജീവിതത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അതൊക്കെ പഴകിയ ഒരു സിസ്റ്റം അല്ലേ? പുതിയ ജനറേഷൻ അതിൽ നിന്നൊക്കെ മാറണം. എന്നിട്ട് അവർ ലിവിങ് ടുഗദറിലേക്ക് കടന്നു വരണം എന്നാണ്. അതെന്താ? ഒരു പെണ്ണും ഒരാണും കണ്ടുമുട്ടുന്നു, അവർ സംസാരിക്കുന്നു, നമ്മൾ ഒന്നാകുകയല്ലേ എന്ന് ചോദിക്കുന്നു. ഒന്നാകുമ്പോൾ തന്നെയുള്ള വ്യവസ്ഥ എന്താണ്? ആർക്കാണോ മടുപ്പ് തോന്നുന്നത് അപ്പോൾ പിരിയാം എന്നതാണ്. അതിലൂടെ എന്താണ് സമൂഹത്തിൽ ഉണ്ടാകുന്നത്? അതിലൂടെ കേരളത്തിൽ പോലും ഉണ്ടാകുന്നത് വിധവകളും അനാഥകളും വർദ്ധിക്കുന്നു എന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു. കേരളത്തിൽ ലിവിങ് ടുഗദർ വർദ്ധിക്കുന്നു, വിധവകളും അനാഥകളും വർദ്ധിക്കുന്നു എന്നതാണ്. അതെങ്ങനെ വർദ്ധിക്കുക? ഒരാണും ഒരു പെണ്ണും ഒന്നാകുന്നു. സ്വാഭാവികമായി പെണ്ണ് ഗർഭിണിയായി എന്ന് വിചാരിക്കുക. 2 മാസം ഗർഭിണിയായ പെണ്ണിനോട്, സ്ത്രീയോട് ഭർത്താവ് പറയുന്നു, എനിക്ക് ജീവിതം മടുത്തു. അപ്പൊ അവൾ എന്ത് പറയണം? യെസ് പറയണം. അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് അല്ലേ എന്ന് അവൾ തിരിച്ചു ചോദിക്കണം. അപ്പോഴേ അവൾ ആണാവുള്ളൂ. അല്ലെങ്കിൽ അവരെന്ത് അവൾ പെണ്ണാകും. അപ്പൊ അവൻ അവളെ ഒഴിവാക്കുന്നു. അപ്പോൾ അവൾ 2 മാസം ഗർഭിണിയാണ്. ആരാണ് ഗർഭം ധരിക്കേണ്ടത്? പെണ്ണ്. ആരാണ് പ്രസവിക്കേണ്ടത്? പെണ്ണ്. ആരാണ് കുഞ്ഞിന് പാല് കൊടുക്കേണ്ടത്? പെണ്ണ്. ആരാണ് വിധവയാകേണ്ടത്? പെണ്ണ്. ആരാണ് അനാഥയാകേണ്ടത്? ഈ കുട്ടി. ആരാണ് ഈ അനാഥയെ സംരക്ഷിക്കേണ്ടത്? പെണ്ണ്. പെണ്ണിന് മാത്രം നഷ്ടം വരുത്തുന്ന പുരുഷാധിപത്യമായ ലിവിങ് ടുഗദർ നാട്ടിലേക്ക് കടന്നു വരികയും അതിനെ പുരോഗമനമായി ചിത്രീകരിക്കുകയും മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിവാഹമെന്ന നല്ല സങ്കല്പത്തെ 6-ാം നൂറ്റാണ്ടിലെ മോശ സംസ്കാരമായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത് ഒരുതരം പാശ്ചാത്യൻ സംസ്കാരത്തെ കടത്തിക്കൂട്ടുന്ന ഒന്നാണ്. അവിടെയാണ് 1400 കൊല്ലം മുൻപ് മതം പറഞ്ഞത് വിവാഹം എന്നത് മീസാഖൻ ഗലീള, അതൊരു ബലിഷ്ഠമായ കരാറാണ്. അതൊരു ബലിഷ്ഠമായ കരാറാണ്. അത് ഇഷ്ടമുള്ള സമയത്ത് ഒഴിവാക്കാൻ പറ്റൂല.